നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റ് കടുത്ത നിബന്ധനകൾ നൽകുന്നതിന് പിന്നാലെ ഇരട്ടത്താപ്പ് പ്രവാസികൾക്ക് വിലങ്ങ് തടിയാകുന്നു. ഇതിനോടകം ഇക്കാമ കാലാവധി കഴിഞ്ഞ 1,27,000 പ്രവാസികൾക്ക് കുവൈറ്റിലേക്ക് മടങ്ങി വരാനാകില്ല എന്ന കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിലൂടെ കൊറോണ വ്യാപനത്തിന് മുന്നേ അവധിക്കായി നാട്ടിലെത്തി തിരിച്ചു പോകാൻ കഴിയാത്തവരും ജോലി നഷ്ടപ്പെട്ടവർക്കും ഇത് താങ്ങാൻ കഴിയാത്ത പ്രയാസം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ വിവിധ രാജ്യങ്ങളിലുള്ള ഇവരിൽ ഇക്കാമ പുതുക്കാൻ കഴിയാതിരുന്നവരും തൊഴിലുടമകൾ ബോധപൂർവം പുതുക്കാതിരുന്നവരും ഉൾപ്പെടുന്നതാണ്. വിദ്യാഭ്യാസ മന്ത്രാലയം ഉൾപ്പെടെ വിവിധ സർക്കാർ ഏജൻസികളിൽ ജോലി ചെയ്തിരുന്നവരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. രാജ്യത്തേക്ക് മടങ്ങി വരാൻ താല്പര്യമുള്ള പ്രവാസി അധ്യാപകർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാമെന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും 32 രാജ്യങ്ങളിലുള്ളവർക്ക് വിലക്ക് ബാധകമാക്കിയപ്പോൾ ഈ അനുമതിയും ഇല്ലാതായി. വിദേശത്തുള്ള പ്രവാസികൾ ഓൺലൈനായി ഇഖാമ പുതുക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നെങ്കിലും നിരവധി പേർ ഇതും ഉപയോഗപ്പെടുത്തിയിട്ടുമില്ല. സന്ദർശക വിസയിൽ രാജ്യത്തെത്തിയവരുടെ വിസ കാലാവധിയും ഇപ്പോൾ രാജ്യത്തുള്ളവരുടെ ഇഖാമ കാലാവധിയും 3 മാസം നീട്ടി നൽകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. എന്നാൽ സെപ്റ്റംബർ 1 ശേഷം കാലാവധി അവസാനിച്ചവർക്ക് ഇത് ബാധകമാകില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.